കേരള പോലീസിന് നന്ദി പറഞ്ഞ് പ്രവാസി വ്യവസായി രാജീവ്. പൊന്നാനിയിൽ 3.5 കിലോയോളം സ്വർണം കവർന്ന കേസിൽ പ്രതികളുമായി വീട്ടിൽ തെളിവെടുപ്പിനെത്തിയപ്പോഴാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കേരള പോലീസിൽ വിശ്വാസമുണ്ടായിരുന്നു. കൃത്യമായ അന്വേഷണത്തിലൂടെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും രാജീവ് പറഞ്ഞു. അന്വേഷണം മുന്നോട്ട് പോയത് ഒരു തരത്തിലുള്ള തെളിവുകളും മുന്നിലില്ലാത്ത കാരണം വലിയൊരു പീഡനമായിരുന്നു. അപ്പോൾ ഒരു സാറ് പറഞ്ഞ ഇവിടുന്ന് ഷാഡോ വർക്കിൽ ലാസ്റ്റ് 2 months ആയിട്ട് വളരെയധികം അവിടെ നിന്നാണ് ശരിക്കുള്ള ഡെവലപ്മെൻ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. 2.5 months ഉള്ളിലായിട്ടുള്ള സാറ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാ ഇൻഫർമേഷനും നമ്മളെയുള്ള മുതൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഞാനും പോലീസിൻ്റെ പിന്നാലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഫോളോ അപ്പിൽ ഇത്രയും മാസമായിട്ട് ഇതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു. ഞാൻ ഓരോ പ്രാവശ്യം ഇവിടെ വന്ന് പോയെന്നും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ മീറ്റ് ചെയ്യാനും ഇതിൻ്റേതായിട്ടുള്ള ഫോളോ അപ്പിനും വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് SP സാറ് ഇപ്പോഴത്തെ വിശ്വനാഥ് സാറ് എന്നെ ഒരുപാട് ഇതാക്കിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റിൽ മാറി സാറ് മാറിയിട്ട് വന്ന വഴിക്ക് ഞാൻ പോയി കണ്ടിരുന്നു. അപ്പോൾ എന്നോട് സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു ഇതിലാണ് കെടുക്കുന്നത്. എന്തായാലും പുതിയ ടീമിനെ എല്ലാം ഫോം ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ഇതാക്കും. അപ്പോൾ ബാക്കിയെല്ലാം ഇന്നലെ SP സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്കറിയണ കാരണം ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു എന്നാലും ഈ സംഭവം നടക്കും എന്നുള്ളത്. ഫൈനലി നമ്മൾ അച്ചീവ് ചെയ്തു. ഇനി ബാക്കിയെല്ലാം റിക്കവറി പാർട്ടാണ്. അത് പോലീസിൻ്റെ ഭാഗത്ത് SP സാർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് പാർട്ടിലേക്ക് വീണ്ടും അന്വേഷണം നടക്കും. 100% ഞങ്ങളെ മുതൽ എന്തായാലും കേരള പോലീസ് ഞങ്ങൾക്ക് മേടിച്ചത് ആ ഒരു കോൺഫിഡൻറ്റ് ഞങ്ങൾക്കുണ്ട്. അതെല്ലാം കേരള പോലീസ് ശക്തമായ രൂപത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് കേരള പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ DSP, SP, പിന്നെ ഇവിടുത്തെ നമ്മുടെ മറ്റുന്നത ഉദ്യോഗസ്ഥന്മാർ, ഇവിടുത്തെ CA പോലീസുകാരൊക്കെ വന്നു ഒരു പ്രത്യേക ടീമിനെ തന്നെ അതിന് നിശ്ചയിച്ചു. ആ ടീമിൻ്റെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കളവ് കേസിലെ പ്രതികളെ പിടിക്കാൻ പറ്റിയിട്ടുള്ളത്. നമുക്കറിയാം ഇവർ പ്രൊഫഷണൽ കള്ളന്മാരാണ്. സാധാരണ പ്രൊഫഷണലായിട്ടുള്ള ഒരു കള്ളന്മാരാണ്. ആ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ കണ്ടെത്തുക എന്നുള്ളത് കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള തട്ടിപ്പും അവർക്കറിയാം. രക്ഷപ്പെട്ട് നടക്കുകയായിരുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം സംശയം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഫോളോ അപ്പൊക്കെ നടത്തി വലിയ നിരീക്ഷണങ്ങൾ നടത്തി അത് ഉറപ്പ് വരുത്തിയ ശേഷമാണ് കസ്റ്റഡിയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരാളെ സംബന്ധിച്ച് 50ഓളം കേസിലെ പ്രതിയാണ് ഒരാൾ. ഇവിടെ വന്ന് കോഴിക്കച്ചവടമൊക്കെ നടത്തി ഈ പരിസരമൊക്കെ മനസ്സിലാക്കി ഇത്തരം വീടുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ പോലീസ് കുറേ കാര്യങ്ങൾ ആ സ്ഥാനത്ത് റിക്കവറി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനിയും കിട്ടാനുണ്ട്. കേരളത്തിന് പുറത്തും ഇതിൻ്റെ കണ്ണികളുണ്ട് എന്നാണ് ഇപ്പോൾ ഉള്ള ധാരണ. മറ്റു വല്ല സഹായികളും ഇതുമായി അനുബന്ധമായിട്ടുണ്ടായിരുന്നെങ്കിൽ അതും പോലീസ് നോക്കുന്നുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി അന്ന് നിശ്ചയിക്കപ്പെട്ട ടീമിൻ്റെ നിരന്തരമായ ഇടപെടലും ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. കഴിഞ്ഞ ഏപ്രിൽ 13 പൊന്നാനി സ്വദേശി രാജീവിന്റെ വീട്ടിൽ നിന്ന് 350 പവൻ കവർന്ന കേസിൽ 3 പ്രതികളെ ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തത്. പൊന്നാനിയിൽ താമസക്കാരനായ വാടാനപ്പള്ളി സ്വദേശി സുഹൈൽ, അബ്ദുൽ നാസർ, പാലക്കാട് കാവശ്ശേരി സ്വദേശി മനോജ് എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ 2 പേരെ ഇന്ന് രാവിലെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ സുഹൈലാണ് പൊന്നാനി കവർച്ചയുടെ സൂത്രധാരൻ. മോഷണം നടന്ന വീടിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ താമസിച്ചായിരുന്നു സുഹൈൽ കവർച്ച ആസൂത്രണം ചെയ്തത്. അബ്ദുൽ നാസർ ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. മോഷണം മുതൽ വിൽക്കാൻ സഹായിച്ചത് മനോജാണ്. അറസ്റ്റിന് പിന്നാലെ പ്രതികളെ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് 1100 ഗ്രാം സ്വർണവും 7.5 ലക്ഷം രൂപയും പോലീസ് പിടിച്ചെടുത്തത്. 2 ഇലക്ട്രിക് സ്കൂട്ടറുകളും കണ്ടെടുത്തു. NCV ന്യൂസ് പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.